ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 1930 ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്നുള്ള ആക്ടിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നമ്മൾ പറഞ്ഞു, അതുപോലെ കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റ് ആൻഡ് പ്ലഡ്ജ് പറഞ്ഞു, അതുപോലെ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി പറഞ്ഞു, അതുപോലെ തന്നെ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി പറഞ്ഞു, കോൺട്രാക്ട് ഓഫ് ഏജൻസിയും പറഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൊരു ഭാഗമാണ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്റ്റാണ്, ഒരു നിയമമാണ് ഏതറിയപ്പെടുന്നത് ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്നറിയപ്പെടുന്നത്. ഓക്കെ, 1930 ഈ ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. എന്നാണ്? 1930. അപ്പോൾ എന്താണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്? അപ്പോൾ നമുക്ക് ആ വാക്കിൽ തന്നെയുണ്ട് അല്ലേ, എന്താണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്? സെയിൽ വിൽപ്പനയാണ് അല്ലേ, വസ്തുക്കളുടെ അല്ലെങ്കിൽ സാധനങ്ങളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഏതുള്ളത്, ഈ പറയുന്ന സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഉള്ളത്. ഒരു വസ്തുവിൻ്റെ വിൽപ്പന അതുമായി ബന്ധപ്പെട്ടതാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. നമുക്ക് നോക്കാം. അതിൽ പറയുന്നു സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930. ദ ലോ റിലേറ്റിംഗ് ടു സെയിൽ ഓഫ് ഗുഡ്സ് ഓർ മൂവബിൾസ് ഇൻ ഇന്ത്യ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 വിച്ച് കം ടു എൻഫോഴ്സ് ഇൻറ്റു ഫോഴ്സ് ഓൺ 1 ജൂലൈ 1930. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ നിയമം എന്തുമായി ബന്ധപ്പെട്ടതാണ്? സെയിൽ ഓഫ് ഗുഡ്സ്, വസ്തുക്കളെ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഓർ മൂവബിൾ, എന്തെങ്കിലും ചലിപ്പിക്കാൻ സാധിക്കുന്ന, കൊണ്ടുപോകാൻ സാധിക്കുന്നതായ വസ്തുക്കളെ, സാധനങ്ങളെ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമമാണ് ഏത്? സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇത് 1930 ജൂലൈ 1 എന്ത് ചെയ്തിട്ടുള്ളത്? നിലവിൽ വന്നിട്ടുള്ളത്. ഇറ്റ് കണ്ടെയ്ൻസ്, ഇതിലടങ്ങിയിരിക്കുന്നു സെർട്ടൈൻ പ്രൊവിഷൻസ്, ചില പ്രൊവിഷനുകൾ റിലേറ്റിംഗ് ടു സെയിൽ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. മൂവബിൾ പ്രോപ്പർട്ടിയെ ചലിപ്പിക്കാൻ സാധിക്കുന്ന വസ്തുക്കളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ചില പ്രൊവിഷനുകളാണ് ഈ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ അടങ്ങിയിട്ടുള്ളത്. എന്താണ്? ഇറ്റ് കണ്ടെയ്ൻ സെർട്ടൈൻ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു സെയിൽ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. ഒരു മൂവബിൾ പ്രോപ്പർട്ടിയെ ചലിപ്പിക്കാൻ സാധിക്കുന്ന വസ്തുക്കൾ, സാധനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ചില നിയമമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഡസ് നോട്ട് അപ്ലൈ ഫോർ ഇമ്മൂവബിൾസ്. എന്താ പറഞ്ഞിട്ടുള്ളത്? സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഇമ്മൂവബിൾ ആയിട്ടുള്ള വസ്തുക്കൾക്ക് ബാധകമല്ല. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ ഭൂമി അല്ലേ, ലാൻഡ്, ബിൽഡിങ്, ഇതിൻ്റെ മുകളിലൊന്നും ഏതുണ്ടാവില്ല? സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഉണ്ടാവില്ല. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഡസ് നോട്ട് അപ്ലൈ ഫോർ ഇമ്മൂവബിൾ. ദ സെയിൽ ഓഫ് ഗുഡ്സ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമൺ കോൺട്രാക്ട്. പ്രധാനപ്പെട്ട കോമൺ കോൺട്രാക്റ്റുകളിൽ ഒന്നാണ് ഇത്, ഈ പറയുന്ന സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 ജൂലൈ മാസം 1 വന്നിട്ടുള്ളത്. മാത്രമല്ല ഇതെന്തിന് മുകളിലാണ് വന്നിട്ടുള്ളത്? മൂവബിൾ ആയിട്ടുള്ള, ചലിപ്പിക്കാൻ സാധിക്കുന്ന പ്രോപ്പർട്ടീസ്, വസ്തുക്കൾ, അതിൻ്റെയൊക്കെ മുകളിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ നിയമം വന്നിട്ടുള്ളത്. അതുപോലെ ഇമ്മൂവബിൾ ആയിട്ടുള്ള വസ്തുക്കൾ, ചലിപ്പിക്കാൻ സാധിക്കാത്തതായിട്ടുള്ള ബിൽഡിങ്, അതുപോലെ തന്നെ ലാൻഡ് പോലെയുള്ള വസ്തുക്കളുടെ മുകളിലുള്ള വിൽപ്പന ഏതിൽ വരില്ല? സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ വരില്ല. കാരണം ദാറ്റ് ഈസ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് മെയിൻലി റിലേറ്റഡ് ടു മൂവബിൾ പ്രോപ്പർട്ടി, ചലിപ്പിക്കുവാൻ സാധിക്കുന്ന, കൊണ്ടുപോകാൻ സാധിക്കുന്ന വസ്തുക്കളുടെ മുകളിലാണ് എന്തുള്ളത്? ഈ പറയുന്ന സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഉള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം കോൺട്രാക്ട് ഓഫ് സെയിൽ. കോൺട്രാക്ട് ഓഫ് സെയിൽ ആ വാക്ക് തന്നെയുണ്ട്, വിൽപ്പന കരാർ അല്ലേ, വിൽപ്പന കരാർ എന്നാണ്. ഓക്കെ, എന്താ നമുക്ക് നോക്കാം. വിൽപ്പന കരാർ അക്കോർഡിംഗ് ടു സെക്ഷൻ 4 സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൻ്റെ സെക്ഷൻ 4 സബ്സെക്ഷൻ 1 പ്രകാരം സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലെ 1930 സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലെ സെക്ഷൻ 4 സബ്സെക്ഷൻ 1 പ്രകാരം പറയുന്നത് എന്താണ്? എ കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് ഡിഫൈൻഡ് ആസ്. കോൺട്രാക്ട് ഓഫ് സെയിൽ എന്നാൽ താഴെ പറയുന്ന രീതിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. എ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ഈസ് എ കോൺട്രാക്ട് വെയർ ബൈ ദ സെല്ലർ ട്രാൻസ്ഫേഴ്സ് or agrees to transfer the property in goods to the buyer for a price. എന്താ പറഞ്ഞിട്ടുള്ളത്? വിൽപ്പന കരാർ അല്ലെങ്കിൽ എ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ്.
ഒരു വസ്തുവിൻ്റെ വിൽപ്പന കരാർ, കോൺട്രാക്ട് ഓഫ് സെയിൽ എന്നാൽ എന്താണ്? ഈസ് എ കോൺട്രാക്ട്, അത് കരാറ് തന്നെയാണ്. വേർ ബൈ അവിടെ എന്ത് ചെയ്യുന്നു? സെല്ലർ ട്രാൻസ്ഫർ, സെല്ലർ കൈമാറുന്നു, വിൽപ്പനക്കാരൻ കൈമാറുന്നു. ഓർ എഗ്രി ടു ട്രാൻസ്ഫർ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? കൈമാറാമെന്ന് ഉടമ്പടി വെക്കുന്നു. ദ പ്രോപ്പർട്ടി, ഒരു വസ്തുവിനെ, ഇൻ ഗുഡ്സ്, ആ സാധനത്തെ, ടു ദ ബയർ, ബയർക്ക് കൈമാറാമെന്ന് പറയുന്നു. ഫോർ എ പ്രൈസ്, ഒരു വിലക്ക്. എന്താ പറഞ്ഞിട്ടുള്ളത്? എ കോൺട്രാക്ട് ഓഫ് സെയിൽ, ഒരു വിൽപ്പന കരാർ എന്നാൽ എന്താണ്? അതൊരു കോൺട്രാക്റ്റാണ്. വേർ ദ സെല്ലർ, അവിടെ എന്ത് ചെയ്യുന്നു? വിൽപ്പനക്കാരൻ ട്രാൻസ്ഫർ ചെയ്യുന്നു, കൈമാറ്റം ചെയ്യുന്നു, അല്ലെങ്കിൽ എഗ്രി ടു ട്രാൻസ്ഫർ, കൈമാറാമെന്ന് ഉറപ്പ് നൽകുന്നു, ഉടമ്പടി നൽകുന്നു. ദ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ടു ദ ബയർ, ആർക്കാണ് കൈമാറാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വസ്തുവിനെ? ബയർക്ക്, വാങ്ങുന്ന വ്യക്തിക്ക്. ഫോർ എ പ്രൈസ്, ഒരു വിലക്ക്. അതായത് കോൺട്രാക്ട് ഓഫ് സെയിൽ അഥവാ വിൽപ്പന കരാർ എന്നാൽ അത് ഒരു കരാറാണ്. അവിടെ വിൽപ്പനക്കാരൻ എന്ത് ചെയ്യുന്നു? വാങ്ങുന്ന ആൾക്ക് വിൽപ്പനക്കാരൻ്റെ കയ്യിലുള്ള ഒരു വസ്തുവിനെ നിശ്ചിത വിലക്ക് കൈമാറാമെന്ന് ഉറപ്പ് നൽകുന്നതാണ് ഈ പറയുന്ന കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് അറിയപ്പെടുന്നത്. കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വിൽപ്പന കരാർ, കോൺട്രാക്ട് ഓഫ് സെയിൽ. ഓക്കെ, അടുത്ത പറയുന്നു, എ കോൺട്രാക്ട് ഓഫ് സെയിൽ മേ പ്രൊവൈഡഡ് ഫോർ. ശ്രദ്ധിക്കുക, ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത്, ഒരു വിൽപ്പന കരാർ, പ്രധാനമായും രണ്ട് കാര്യങ്ങൾക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ചെയ്യുന്നത്. പ്രധാനമായും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കോൺട്രാക്ട് ഓഫ് സെയിൽ വെക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ സെയിൽ, വിൽപ്പനക്കാണ്. ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ, വിൽപ്പന കരാർ വെക്കുന്ന ഒന്ന് സെയിൽ, വിൽപ്പനക്ക് തന്നെയാണ്. എന്താ ഇതിൻ്റെ അർത്ഥം? A contract of sale may be absolute or conditional, where the right of ownership in the goods are transferred from seller to the buyer. The contract is sale. ശ്രദ്ധിക്കുക, കോൺട്രാക്ട് ഓഫ് സെയിലിൽ രണ്ട് കാര്യങ്ങൾ നടക്കും. ഒന്ന് സെയിലാണ്, രണ്ടാമത്തത് എഗ്രിമെൻറ്റ് ടു സെല്ലാണ്. അതിൽ ഒന്നാമത്തെ സെയിൽ എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ, എ കോൺട്രാക്ട് ഓഫ് സെയിൽ മേ ബി അബ്സല്യൂട്ട്, അത് കൃത്യമായിരിക്കണം, കണ്ടീഷണൽ ആയിരിക്കണം, നിബന്ധനകൾക്ക് വിധേയമായിട്ടുള്ളതായിരിക്കണം. വേർ ദ റൈറ്റ് ഓഫ് ഓണർഷിപ്പ് ഇൻ ദി ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദി സെല്ലർ ടു ദി ബയർ. അവിടെ എന്ത് ചെയ്യുന്നു? ഒരു വസ്തുവിലുള്ള ഉടമസ്ഥാവകാശം വിൽപ്പനക്കാരിൽ നിന്നും വാങ്ങുന്നയാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ദ കോൺട്രാക്ട് ഈസ് സെയിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ കരാർ എന്താണ്? സെയിലാണ്, അല്ലേ? വിൽപ്പന കരാറാണ്, വിൽപ്പനയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അടുത്ത് പറയുന്നത് രണ്ടാമത്തെ, ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ രണ്ടാമത് നടക്കാൻ സാധ്യതയുള്ളതാണ് എഗ്രിമെൻറ്റ് ടു സെല്ല്. ഓക്കെ, വിൽക്കാമെന്ന് ഉടമ്പടി വെക്കുക, വിൽപ്പന ഉടമ്പടി തയ്യാറാക്കുക. വിറ്റിട്ടില്ല, ആദ്യം എന്താ ചെയ്തിട്ടുള്ളത്? വിൽപ്പന നടത്തി, സെയില്. രണ്ടാമത്തെ ഏതാണ്? എഗ്രിമെൻറ്റ് ടു സെല്ല്, വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഉടമ്പടി തയ്യാറാക്കുന്നു. വിറ്റിട്ടുണ്ടോ? ഇല്ല, വിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള ഉടമ്പടി തയ്യാറാക്കുന്നു. നമുക്ക് നോക്കാം. വേർ അണ്ടർ കോൺട്രാക്ട് ഓഫ് സെയിൽ the transfer of property in the goods is to be taken place at a future time or subject to some condition thereafter to be fulfilled, the contract is called agreement to sell. ശ്രദ്ധിക്കേണ്ട കാര്യം, കോൺട്രാക്ട് ഓഫ് സെയിലിൽ എന്ത് ചെയ്തിട്ടില്ല? വിൽപ്പനക്കാരിൽ നിന്നും ഒരു വസ്തുവിനെ വാങ്ങുന്ന ആളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. ദാറ്റ് വിൽ ഹാപ്പൻ ഇൻ ദി ഫ്യൂച്ചർ. അതെപ്പോഴേ നടക്കുള്ളൂ? ഭാവിയിലെ ഒരു നിശ്ചിത സമയത്തോ അല്ലെങ്കിൽ ചില കണ്ടീഷനുകൾ, ചില നിബന്ധനകൾ പൂർത്തിയാക്കിയാൽ, ഫുൾഫിൽ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അത് നടക്കുകയുള്ളൂ. അതിനർത്ഥം എന്താണ്? സെയിൽ എന്ന് പറയുന്ന പ്രവൃത്തി ഇവിടെ നടന്നിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഉടമ്പടി വെച്ചിരിക്കുന്നു, എഗ്രിമെൻറ്റ് ടു സെല്ല് ചെയ്തിരിക്കുന്നു. ചില കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം, ചില കണ്ടീഷനുകൾ, ചില നിബന്ധനകൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം, അല്ലെങ്കിൽ ഒരു നിശ്ചിത ഇത് കഴിഞ്ഞിട്ട്, അല്ലേ, ഒരു നിശ്ചിതമായ പീരീഡ്, അതായത് നിശ്ചിത ഫ്യൂച്ചർ ടൈം, അല്ലേ, ഭാവിയിലെ ഒരു നിശ്ചിത സമയത്തേക്ക് എന്ത് ചെയ്യുന്നു? സെയിൽസിനെ, വിൽപ്പനയെ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു. അതിന് പറയുന്ന പേരാണ് എഗ്രിമെൻറ്റ് ടു സെയിൽ, വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉടമ്പടി. ഇവിടെ എന്ത് ചെയ്തിട്ടില്ല? വിൽപ്പന നടന്നിട്ടില്ല. സെയിൽ ഈസ് നോട്ട് ഹാപ്പൻ ഇൻ ദിസ് കേസ്, ബട്ട് ദ സെയിൽ വിൽ ഹാപ്പൻ അറ്റ് എ ഫ്യൂച്ചർ ടൈം ഓർ ആഫ്റ്റർ ഫുൾഫില്ലിംഗ് സം കണ്ടീഷൻ. ചില നിബന്ധനകൾ പൂർത്തിയാക്കുമ്പോഴോ അല്ലെങ്കിൽ ഭാവിയിലെ ഒരു നിശ്ചിത സമയത്തോ വിൽപ്പന നടക്കും. നിലവിൽ എന്ത് ചെയ്തിട്ടില്ല? വിൽപ്പന നടന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എഗ്രിമെൻറ്റ് ടു സെല്ല് എന്നറിയപ്പെടുന്നത്. എഗ്രിമെൻറ്റ് ടു സെല്ല്. ശ്രദ്ധിക്കുക, കോൺട്രാക്ട് ഓഫ് സെയിൽ രണ്ട് രീതിയിലുണ്ട്. നമ്മൾ പറഞ്ഞു അല്ലേ, കോൺട്രാക്ട് ഓഫ് സെയിൽ രണ്ട് രീതിയിലുണ്ട്.
ഒന്ന് സെയിലും രണ്ടാമത്താണ് എഗ്രിമെൻറ്റ് ടു സെല്ലും. ഇപ്പോൾ രണ്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതിന് എക്സാമ്പിൾ പറഞ്ഞുതരാം. X sells his car to Y for 1,50,000. As the ownership of the car has been transferred from X to the buyer Y for a price of 1,50,000, it is a sale. ശ്രദ്ധിക്കുക, എക്സ് എന്ന് പറയുന്ന വ്യക്തി വൈ എന്ന് പറയുന്ന വ്യക്തിക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കാറ് 1,50,000 രൂപയ്ക്ക് എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു എന്ന് കരുതുക. ആ കാർ എന്ത് ചെയ്തു, ആർക്ക് കൈമാറി? എക്സിൻ്റെ കയ്യിലുള്ള കാറ് വൈക്ക് കൈമാറി 1,50,000 രൂപയ്ക്ക്. സോ ഇറ്റ് ഈസ് എ സെയിൽ. ഇവിടെ എന്താണ് നടക്കുന്നത്? സെയിലാണ്. കാരണം എന്താണ്? ഇവിടെ സെല്ലറിൽ നിന്നും ബയറിലേക്ക് ആ വസ്തുവിനെ ട്രാൻസ്ഫർ ചെയ്തു ഫോർ എ പ്രൈസ്, ഒരു പ്രൈസിന്, ഒരു വിലയ്ക്ക്. ഓക്കെ, ഇനി നമുക്ക് എഗ്രിമെൻറ്റ് ടു സെല്ല് അവിടെ നോക്കാം. എക്സ് എഗ്രി ടു പർച്ചേസ് വൈ സ്കൂട്ടർ. എക്സ് എന്ന് പറയുന്ന വ്യക്തി വൈ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്കൂട്ടർ പർച്ചേസ് ചെയ്യാമെന്ന് ഉറപ്പ് നൽകി, ഉടമ്പടി വെച്ചു. എത്ര രൂപയ്ക്ക്? 22,000. ഓക്കെ, 22,000. വൈ സ്റ്റാൻഡ് ഷുവർട്ടി ഫോർ ഹിം വിത്ത് സെഡ്. ഇറ്റ് ഇസ് ആൻ എഗ്രിമെൻറ്റ് ടു സെൽ ഫോർ വൈ. ശ്രദ്ധിക്കുക, വൈ എന്ന് പറയുന്ന വ്യക്തി എക്സ് എന്ന് പറയുന്ന വ്യക്തിയുടെ സ്കൂട്ടർ 22,000 രൂപയ്ക്ക് വാങ്ങാമെന്ന് ഉടമ്പടി വെച്ചു. ഓക്കെ, ഉടമ്പടി വെച്ചിട്ടുള്ളൂ. ഇറ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ടു സെൽ ഫോർ വൈ. ഓക്കെ, ഇവിടെ ഉടമ്പടി വെച്ചിട്ടുള്ളൂ. ഇറ്റ് ബിക്കംസ് എ സെയിൽ വെൻ ദ കണ്ടീഷൻ ഈസ് ഫുൾഫിൽഡ് ഫോർ വൈ. അല്ലേ, 22,000 രൂപ വൈ എപ്പോഴാണോ കൊടുക്കുന്നത് അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ, ആ കണ്ടീഷൻ, സെയിലിലെ കണ്ടീഷൻ, നിബന്ധന, ആ കണ്ടീഷൻ പൂർത്തിയാവുകയുള്ളൂ. അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ, അവിടെ ആ സെയിൽ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് എഗ്രിമെൻറ്റ് ടു സെല്ല് എന്ന് പറഞ്ഞത്. എഗ്രിമെൻറ്റ് ടു സെല്ല്, ഉടമ്പടി വെക്കുക, വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉടമ്പടി. അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ, വിൽപ്പന കരാറിൽ പ്രധാനമായി 2 പ്രവൃത്തികൾ ഉണ്ടാവും. ഒന്ന് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വിൽപ്പനയ്ക്കായിട്ടുള്ള ഉടമ്പടി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടോ. വിൽപ്പന എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ടാണ്, അവിടെ സെയിൽ നടന്നു കഴിഞ്ഞു, വിൽപ്പന നടന്നു കഴിഞ്ഞു. എന്നാൽ എഗ്രിമെൻറ്റ് സെല്ലിൽ എന്താണ്, അവിടെ വിൽപ്പന എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല, നടന്നു കഴിയുന്നില്ല എന്നാണ് പറയുന്നത്, പിന്നീടാണ് നടക്കുന്നത്. അടുത്തത് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. ഒരു വാലിഡായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ഓഫ് സെയിലിനുള്ള പ്രത്യേകതകൾ എന്തെല്ലാം പ്രത്യേകതകളാണ് ഉണ്ടായിരിക്കേണ്ടത്? ഒന്നാമത്തെ കോൺട്രാക്റ്റ് ഒരു കരാർ. ഓൾ ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്ട് മസ്റ്റ് ബി പ്രസൻറ്റ് ഇൻ എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. ഒരു കോൺട്രാക്റ്റ് ഓഫ് സെയിലിൽ, ഒരു വിൽപ്പന കരാറിൽ, ഒരു കോൺട്രാക്റ്റിനുള്ള എല്ലാ എസെൻഷ്യൽ എലമെൻറ്റ്സും ഉണ്ടായിരിക്കണം. ഫ്രീ കൺസെൻറ്റ്, ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ്, അല്ലേ, നമ്മൾ പഠിച്ചതാണ് അല്ലേ, കോൺസെൻസസ് ആഡിഡം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റിന് ഉണ്ടായിരിക്കേണ്ട എല്ലാ എസെൻഷ്യൽ എലമെൻറ്റ്സും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 2 parties, 2 ആളുകൾ, 2 parties, there must be 2 parties to constitute a contract of sale, buyer and a seller. ഓക്കെ, അതായത് കോൺട്രാക്റ്റ് ഓഫ് സെയിലിൽ, വിൽപ്പന കരാറിൽ എത്ര ആളുകൾ വേണം? മിനിമം 2 പേര് വേണം, ബയർ ആൻഡ് സെല്ലർ. ഒരു വ്യക്തിക്ക് തന്നെ ബയറും സെല്ലറുമാവാൻ പറ്റില്ല എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. തേർഡ് വൺ, മൂവബിൾ ഗുഡ്സ്. ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഈസ് ഓൾവേസ് ബി ഗുഡ്സ്. ശ്രദ്ധിക്കുക, കോൺട്രാക്റ്റ് ഓഫ് സെയിലിൽ സബ്ജക്റ്റ് മാറ്റർ, അതായത് ഏത് വസ്തുവിൻ്റെ മുകളിലാണോ കരാർ വെക്കുന്നതെന്ന് ചോദിച്ചാൽ അതെന്താണ്? ഗുഡ്സാണ്, സാധനങ്ങളാണ്, മൂവബിൾ പ്രോപ്പർട്ടീസാണ്. ഓക്കെ, മൂവബിൾ പ്രോപ്പർട്ടീസിൻ്റെ മുകളിലാണ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ നടക്കുന്നത്, നമുക്കറിയാലോ. സോ ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഓൾവേസ് ബി ഗുഡ്സ്. കോൺട്രാക്റ്റ് ഓഫ് സെയിലിലെ സബ്ജക്റ്റ് മാറ്റർ, കരാറിൻ്റെ കോറായിട്ടുള്ള സത്ത എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ വസ്തുക്കളാണ്, ഗുഡ്സാണ്, മൂവബിൾ ഗുഡ്സാണ്. പിന്നെയോ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി. In a contract of sale, the seller must transfer or agree to transfer the property to the buyer. ഇവിടെ എന്ത് നടക്കണം? ഒരു കോൺട്രാക്റ്റ് ഓഫ് സെയിലിൽ സെല്ലർ എന്ത് ചെയ്യണം? ഒന്നുകിൽ അയാളുടെ കയ്യിലുള്ള വസ്തുവിനെ ബയർക്ക് ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് എഗ്രി ചെയ്യണം, സമ്മതിക്കണം, ഇൻ ദി ഫ്യൂച്ചർ ഡേറ്റ്. അതാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇൻ ദി കോൺട്രാക്റ്റ് ഓഫ് സെയിൽ സെല്ലർ മസ്റ്റ് ട്രാൻസ്ഫർ ഓർ എഗ്രി ടു ട്രാൻസ്ഫർ ദ പ്രോപ്പർട്ടി ഇൻ ദി ഗുഡ്സ് ടു ദി ബയർ. വിൽപ്പനക്കാരൻ തൻ്റെ കയ്യിലുള്ള വസ്തുവിനെ ട്രാൻസ്ഫർ ചെയ്യണം, കൈമാറ്റം ചെയ്യണം, അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യാമെന്ന് ഉറപ്പ് നൽകണം, ആർക്ക്? ബയർക്ക്. ഓക്കെ, അതാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി. പിന്നെയോ പ്രൈസ്.
ദ കൺസിഡറേഷൻ ഫോർ എ കോൺട്രാക്ട് ഓഫ് സെയിൽ മസ്റ്റ് ബി മണി കോൾഡ് പ്രൈസ്. ഇവിടെ കൺസിഡറേഷൻ ഓഫ് കോൺട്രാക്റ്റിലുള്ള കൺസിഡറേഷൻ, കോൺട്രാക്ട് ഓഫ് സെയിലിലെ കൺസിഡറേഷൻ എന്താണ്? എപ്പോഴും പണമായിരിക്കും. പ്രൈസ് മീൻസ് മണി, പണം. ഇവിടെ സെയിൽ ഓഫ് ഗുഡ്സ് അല്ലേ നടക്കുന്നത്, സാധനങ്ങളെ വിൽക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് ഉണ്ടാകുന്നത്? മണി ഓർ പ്രൈസ് ഓഫ് ദാറ്റ് പ്രോഡക്റ്റ്, പ്രൈസ് ഓഫ് ദാറ്റ് ഗുഡ്സ്. ഓക്കെ, ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? കോൺട്രാക്ട് ഓഫ് സെയിലിൽ പണമായിരിക്കണം കൊടുക്കേണ്ടത്, പണത്തിൻ്റെ മുകളിലായിരിക്കണം പ്രോമിസ് നൽകേണ്ടത്, അതായത് ഉൽപ്പന്നത്തിൻ്റെ വില. അടുത്തത് ഫോം എന്നുള്ളതാണ്. എ കോൺട്രാക്ട് ഓഫ് സെയിൽ മേ ബി ഇൻ റൈറ്റിംഗ് ഓർ ബൈ വേർഡ് ഓഫ് മൗത്ത് ഓർ ഫ്രം ദി ഇംപ്ലൈഡ് ഫ്രം ദി കണ്ടക്ട് ഓഫ് ദി പാർട്ടീസ്. ശ്രദ്ധിക്കുക, എ കോൺട്രാക്ട് ഓഫ് സെയിൽ ഒരു വിൽപ്പന കരാറ് എഴുതിയ രൂപത്തിലാകാം, അല്ലെങ്കിൽ ബൈ വേർഡ്സ് ആവാം, വാക്കിലൂടെ ആവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പ്രവൃത്തിയിലൂടെ ആവാം. ഫ്രം ദി കണ്ടക്ട് ഓഫ് ദി പാർട്ടീസ്, ഇവിടെയുള്ള ബയറുടെയും സെല്ലറുടെയും പ്രവൃത്തിയിലൂടെയോ വാക്കാലെയോ എഴുത്ത് രൂപത്തിലോ ഒക്കെ എന്ത് ചെയ്യാം, കോൺട്രാക്ട് ഓഫ് സെയിൽ ആവാം. അതിനെന്തില്ല, പ്രശ്നമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 നിലവിൽ വന്നു. അത് എന്തിൻ്റെ മുകളിലാണ് നിലവിൽ വന്നിട്ടുള്ളത്? മൂവബിൾ ഗുഡ്സ് അല്ലേ, മൂവബിൾ ആയിട്ടുള്ള, ചലിപ്പിക്കാൻ സാധിക്കുന്നതായ വസ്തുക്കളുടെ മുകളിലാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 നിലവിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഏതാണ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്നാൽ എന്താണ്? കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് വെച്ചാൽ ഒരു കോൺട്രാക്റ്റ് തന്നെയാണ്. അവിടെ ഒരു സെല്ലർ തൻ്റെ കയ്യിലുള്ള വസ്തുവിനെ എന്ത് ചെയ്യുന്നു, കൈമാറ്റം ചെയ്യാമെന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കൈമാറ്റം ചെയ്യാമെന്ന് ഉറപ്പ് നൽകുകയോ ചെയ്യുന്നു. ആർക്ക്? ബയർക്ക്. ഫോർ എ പ്രൈസ്, ഒരു നിശ്ചിത വിലയ്ക്ക് അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞു സെയിൽ അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് ടു സെല്ല്. കോൺട്രാക്ട് ഓഫ് സെയിൽ 2 കാര്യങ്ങൾ നടക്കും. ഒന്നാമത്തെ സെയിൽ, വിൽപ്പന. ദ സെല്ലർ എഗ്രി ടു സെൽ ദ പ്രൊഡക്റ്റ് ടു ദി ബയർ, ബയർക്ക് വിൽക്കാമെന്ന് ഉറപ്പ് നൽകുന്നു. അതുപോലെ എഗ്രിമെൻറ്റ് ടു സെൽ. എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് വെച്ചാൽ എന്താണ്? എഗ്രിമെൻറ്റ് ടു സെൽ മീൻസ് ദ സെല്ലർ എഗ്രി ടു സെൽ ദ പ്രോപ്പർട്ടി, ഗുഡ്സ് ഓർ മൂവബിൾ ഗുഡ്സ് ടു ദ ബയർ അറ്റ് എ ഫ്യൂച്ചർ ടൈം ഓർ ബൈ ആഫ്റ്റർ ഫുൾഫില്ലിംഗ് സം കണ്ടീഷൻസ് അല്ലേ, നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ. ഏതൊക്കെയാണ് പറഞ്ഞത്? 2 പാർട്ടീസ്, കോൺട്രാക്റ്റ്, മൂവബിൾ ഗുഡ്സ്, ട്രാൻസ്ഫർ പ്രോപ്പർട്ടി, പ്രൈസ്, ഫോം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് പറയാനുള്ളത്, ബേസിക്കായിട്ട് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.